നമസ്കാരം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയം ആ, ഇസ്രായേലുമായിട്ട് ഇന്ത്യ മേക്ക് ഇൻ ഇന്ത്യ പ്രൊജക്ടിന്റെ ഭാഗമായിട്ടൊരു ഡീൽ സൈൻ ചെയ്തിട്ടുണ്ട്. അതായത് റഫേൽ ഡിഫൻസ് സിസ്റ്റത്തിന്റെ ഭാഗമായിട്ട് അയൺ ഡോമിൽ ഉപയോഗിക്കുന്ന തമിഴ് ഇന്റർസെപ്റ്റർ മിസൈൽസ്, ലോറ ബാലിസ്റ്റിക് മിസൈൽ, അതോടൊപ്പം തന്നെ അങ്ങനെയുള്ള പ്രിസിഷൻ ഗൈഡഡ് ബോംബ്സ് ഉൾപ്പെടെയുള്ള ഒരു സിസ്റ്റം, ഡിഫൻസ് സിസ്റ്റത്തിന്റെ ഒരു എഗ്രിമെന്റ് ആണ് ഇന്ത്യയും ഇസ്രായേലും തമ്മിൽ വെച്ചത്. ഇന്ത്യയിലാണ് അത് നിർമ്മിക്കപ്പെടുന്നത്. മേക്ക് ഇൻ ഇന്ത്യ പ്രൊജക്ടിന്റെ ഭാഗമായിട്ടാണ്. എന്താണ് സാർ ഇതിന്റെ വിശദാംശങ്ങൾ? അപ്പോൾ നമ്മൾ പറയുമ്പോഴത്തേക്ക് റഫാലും തമ്മിൽ ആൾക്കാർക്ക് പലപ്പോഴും മിസ്റ്റേക്ക് ആകാറുണ്ട് കേൾക്കുമ്പോൾ. റഫേൽ എന്ന് പറയുന്നത് നമ്മുടെ വിമാന കമ്പനിയാണ്. അവരും മിസൈലും മറ്റു കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. പക്ഷെ അത് ഫ്രാൻസ് ബേസ്ഡ് ആണ്. റഫായൽ എന്ന് പറയുന്ന കമ്പനി ഇസ്രായേലി കമ്പനിയാണ്. ഇസ്രായേലി ഗവൺമെന്റ് കമ്പനിയാണ്. ഇസ്രായേൽ ഗവൺമെന്റിന്റെ ഉടമസ്ഥതയിലുള്ള ഒരു കമ്പനിയാണ്. ദസോൾട്ട് ഏവിയേഷൻ ആണ് റഫേലിന്റെ പ്രൊഡക്ഷൻ. ടാറ്റയുമായിട്ടാണ് ഇന്ത്യയിൽ. ഇന്ത്യയിൽ ടാറ്റ, അവിടെ ഫ്രാൻസിലാണെങ്കിൽ ദസോൾട്ട് ഏവിയേഷനുമായിട്ടാണ് ഒരു എഗ്രിമെന്റ്. അതും ഏകദേശം ഗവൺമെന്റ് ഉടമസ്ഥതയിലുള്ള ഒരു കമ്പനിയാണ്. ഇസ്രായേലിന്റെ ഈ റഫായലും ഒരു ഗവൺമെന്റ് ഓൺഡ് കമ്പനിയാണ്. അപ്പോൾ ഇവര് നമ്മുടെ ചരിത്രത്തിലോട്ട് പോകുമ്പോഴത്തേക്ക് ഇന്ത്യയും ഇസ്രായേലുമായിട്ടുള്ള ഡിഫൻസ് ടൈപ്പ് തുടങ്ങുന്നത് തന്നെ കാർഗിൽ യുദ്ധത്തോടെയാണ്. കാർഗിൽ യുദ്ധത്തിൽ നമുക്ക് ഫ്രഞ്ച് വിമാനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള, ഇന്ത്യയുടെ ഫ്രഞ്ച് വിമാനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള കണക്ടേഴ്സ്, സെൻസേഴ്സ്, വെപ്പൺ സിസ്റ്റംസ്, പിന്നെ അങ്ങനെയുള്ള കുറെ ടെക്നിക്കൽ ഐറ്റംസ് നമ്മുടെ ഇല്ലായിരുന്നു. അതേ സമയത്ത് റൈറ്റ് ടൈമിൽ, പ്രത്യേകിച്ചും ഇസ്രായേലിന് പാകിസ്ഥാനുമായിട്ട് ഒരു നല്ല ബന്ധമല്ല ഉണ്ടായിരുന്നത്. അപ്പോൾ ഇന്ത്യയോടുള്ള സ്നേഹത്തെക്കാൾ കൂടുതൽ പാകിസ്ഥാനോടുള്ള വിരോധമായിരുന്നു ഇസ്രായേലിനെ ഡ്രൈവ് ചെയ്ത് എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാം. പക്ഷെ അവരൊരു റൈറ്റ് ഓപ്പർച്യൂണിറ്റി കാത്തിരിക്കുകയായിരുന്നു. ആ സമയത്ത് ഇന്ത്യയുമായിട്ട് ഒരു ടൈപ്പ് ചെയ്തു. ആ സമയത്ത് നമ്മൾ ഒരു പാരലൽ നമ്മൾ കാണുകയാണെങ്കിൽ 71 വാറില് അമേരിക്കയുടെ 7ാം കപ്പൽപ്പട വന്നപ്പോഴത്തേക്ക് റഷ്യ നമുക്ക് സ്ട്രാറ്റജിക്കലായിട്ട് നമ്മളെ സഹായിച്ചതുപോലെ ഈ സമയത്ത് നമ്മുടെ എയർഫോഴ്സിന്റെ സൈഡിൽ നിന്ന് നമുക്കൊരു വലിയൊരു ഹെൽപ്പാണ് കിട്ടിയത്. അതിനുശേഷം നമ്മൾ ഇസ്രായേലിലെ ഒരു ട്രസ്റ്റഡ് പാർട്ണറായിട്ട് നമ്മൾ കണക്കാക്കുകയും ഇസ്രായേലുമായിട്ട് ഒരുപാട് ഡിഫൻസ് ഡീൽസ് നമ്മൾ ചെയ്യും, അവരിൽ നിന്ന് ഡ്രോൺസ് വാങ്ങിക്കുകയൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ പുതുതായിട്ട് അവർ ആവശ്യപ്പെട്ടിരിക്കുന്നത് ഇന്ത്യയിൽ ഒരു മാനുഫാക്ചറിങ് ഫെസിലിറ്റിയാണ് ചോദിക്കുന്നത്. അയൺ ഡോം എന്ന് പറയുമ്പോൾ നമ്മുടെ S-400 തുല്യമായിട്ടുള്ള മറ്റൊരു സംവിധാനമാണ്. അതിനകത്ത് റഡാറും മിസൈൽസും ഒക്കെ ചേർന്ന ഒരു വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു സിസ്റ്റമാണ്. വളരെ നേരത്തെ എയർലി ഡിറ്റക്ഷനും എയർലി ഡിറ്റക്ഷൻ ആൻഡ് ഡിസ്ട്രോയിങ് ആണ് അതിന്റെ പ്രധാനപ്പെട്ട ഐഡിയ എന്ന് പറയുന്നത്. വളരെ പെട്ടെന്ന് തന്നെ നമ്മൾ കണ്ടുപിടിക്കുക, അതിനെ ബദലായിട്ടുള്ള സാധനം നമ്മൾ വിക്ഷേപിച്ച് അതിനെ നശിപ്പിക്കുകയും ചെയ്യാന്നുള്ളതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അത് ഒരേ സമയത്ത് 400-500 മിസൈൽസും അല്ലെങ്കിൽ പ്രൊജക്ടൈൽസും ഒക്കെ ഇന്ത്യയിലേക്ക് വരികയാണെങ്കിൽ അതിനെങ്ങനെ ഇത് ചെയ്യണമെന്ന് നമുക്കറിയാം. അങ്ങനെയാണ് നമ്മൾ S-400 നമ്മൾ റഷ്യയിൽ നിന്ന് ചെയ്യുന്നത്. ഇതേ സെയിം സിസ്റ്റം അമേരിക്കയും ഇസ്രായേലൊക്കെ ഡിപ്ലോയ് ചെയ്തിരിക്കുന്നത് അയൺ ഡോം എന്ന പേരിൽ അവർ ഡിപ്ലോയ് ചെയ്തിരിക്കുന്നുണ്ട്. അപ്പൊ അതിന്റെ കുറെ പാർട്സ് ഇന്ത്യയിൽ നിർമ്മിക്കാൻ വേണ്ടിയിട്ട് ഇന്ത്യക്ക് ധനസഹായം വേണം, ടെക്നോളജി വേണം. അവർക്ക് ടെക്നിക്കൽ സ്കിൽഡ് മാൻ പവറിന്റെ ഒരു കുറവ് ഇസ്രായേലിന് നല്ല രീതിയിലുണ്ട്. അതെല്ലാം ഉള്ള ഒരു രാജ്യം എന്നുള്ള രീതിക്ക് ഇന്ത്യയുമായിട്ട് ഒരു പാർട്ണർഷിപ്പിൽ ചോദിച്ചൊക്കെയാണ്. അത് അവരുടെ മിസൈൽ സിസ്റ്റംസ് മാത്രമല്ല, മറ്റ് ഡിഫൻസ് പ്രൊഡക്ഷൻ ഏരിയയിലോട്ടും ഇസ്രായേലിന്റെ ഒരു കടന്നുകയറ്റം നമുക്ക് പ്രതീക്ഷിക്കാം. കാര്യം ഈ ഇന്ത്യയിലെ ഇസ്ലാമിക സമൂഹത്തെ പ്രീണപ്പെടുത്താൻ വേണ്ടിയിട്ട് നമ്മൾ പാലസ്തീനെ ഒരുപാട് സഹായങ്ങളും ഒരുപാട് സാമ്പത്തികവും ഒക്കെ നമ്മൾ കൊടുക്കുമ്പോൾ പോലും ഇസ്രായേലുമായിട്ട് നമ്മൾ ഒരു രീതിയിലും ബന്ധം വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രമിച്ചിരുന്നു. അതൊരു പ്രോ ഇസ്ലാമിക് മൂവ്മെന്റ് ആയിട്ടാണ് നമ്മൾ എടുത്തിരുന്നത്. ഇപ്പോ അത് മാറ്റിയിട്ട് നരേന്ദ്രമോദി സർക്കാരിന്റെ സമയത്ത് അത് നടക്കില്ല എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കാം. ആ രീതിയിൽ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. ഇത് തന്നെയാണ് നമ്മുടെ പ്രതിരോധ രംഗത്ത് നമ്മൾ ഒരുപാട് പുറകോട്ട് പോയതിന്റെ കാരണങ്ങൾ. അപ്പോൾ ഇസ്രായേൽ നമ്മളൊരു ട്രസ്റ്റഡ് പാർട്ണർ എന്നുള്ള രീതിയിൽ, പക്ഷെ ഇതിനകത്തൊരു കോൺട്രഡിക്ഷൻ ഉണ്ട്. അമേരിക്കയും ഇസ്രായേലും സുഹൃത്തുക്കളാണ്, ഇന്ത്യയും റഷ്യയും സുഹൃത്തുക്കളാണ്. പക്ഷെ അമേരിക്കയും റഷ്യയും ശത്രുക്കളാണെന്നുള്ളത് വേറെ രീതിയാണ്. പക്ഷെ യോജിക്കാവുന്നുള്ളിടത്ത് യോജിക്കുക എന്നുള്ള ഒരു പ്രിൻസിപ്പിൾ അനുസരിച്ചിട്ടാണ് ഇന്ത്യ ഇപ്പോൾ ഇസ്രായേലുമായിട്ട് അടുത്ത് വരുന്നതും ഒരുപാട് ഡിഫൻസ് ടൈപ്പ് വളരെ ട്രസ്റ്റഡ് പാർട്ട്നേഴ്സ് ആയിട്ട് നമ്മൾ അവരെ കാണുന്നു. ഇസ്രായേൽ ഇൻഡോ റിലേഷൻഷിപ്പ്
അത് സത്യത്തിൽ വളരെയധികം നൂറ്റാണ്ടുകളുടെ അല്ല സഹസ്രാബ്ദങ്ങളുടെ പഴക്കമുള്ള വളരെ ജൂതന്മാർ ഇസ്രായേൽ എന്നത് ജൂതന്മാർ ഇന്ത്യയുമായിട്ട് വളരെയധികം കണക്റ്റഡ് ആയിട്ടുള്ള അവരെ ആട്ടി പാരമ്പര്യത്തിന്റെ ഓടിച്ചപ്പോഴത്തേക്ക് അവർക്ക് ആശ്രയം കൊടുത്ത ഇന്ത്യയാണ്. അഭയം കൊടുത്ത ലോകത്തിന്റെ പല ഭാഗങ്ങളിലും ജൂതന്മാർ പോയെങ്കിലും ഏറ്റവും പ്രൗഡായിട്ട് അവരെ വെൽക്കം ചെയ്യുന്നു. നമുക്ക് ഇവിടെ ഏകദേശം 13-ാം നൂറ്റാണ്ടിൽ ഒരു ഇസ്രായേൽ പ്രിൻസ് പോലും ഉണ്ടായിട്ടുണ്ട്, മീൻസ് ജൂത പ്രിൻസ് പോലും ഉണ്ടായിട്ടുണ്ട് 13-ാം നൂറ്റാണ്ടിലൊക്കെ. ആ രീതിയിൽ വളരെ ഒരു സൗഹൃദവും അതോടൊപ്പം തന്നെ വ്യാപാര ബന്ധവും ഒക്കെയുള്ള ഒരു രാജ്യമാണ്. ആ ഒരു അഭിമാനം മുതലെടുത്തുകൊണ്ട് തന്നെ ഇപ്പോഴും ഭാരതത്തിന്റെ ആര് ഇസ്രായേലിലേക്ക് പോയാലും നമ്മളെ ഭയങ്കരമായി വെൽക്കം ചെയ്യുന്ന ഒരു രാജ്യമാണ്. പാകിസ്ഥാനോട് ഭാരതം ഏത് സമയത്തൊക്കെ പോരാടിയിട്ടുണ്ടോ ആ സമയത്തൊക്കെ അവർ ഭാരതത്തിനൊപ്പം നിൽക്കുന്നു. എന്നാൽ ഗൾഫ് രാജ്യങ്ങൾ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ നമ്മെ തള്ളിപ്പറയുന്ന ഒരു ഘട്ടമായിരുന്നു ഉണ്ടായിരുന്നത്. എന്നാൽ നമ്മൾ എപ്പോഴും പാലസ്തീനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു രാജ്യമായിരുന്നു. ഏകദേശം രാജീവ് ഗാന്ധിയുടെ ഒരു സമയം വരെ നമ്മൾ അങ്ങനെ ആയിരുന്നു പിന്തുടർന്നത്. യാസർ അറാഫത്തിന്റെ പേരിൽ ഡൽഹിയിലെ പ്രധാനപ്പെട്ട റോഡ് പോലും ഇത് അദ്ദേഹം ഈ അങ്ങനെ രാജീവ് ഗാന്ധിയുടെ സമയത്താണ് അത് ഒരു പോളിസി ഷിഫ്റ്റ് ഉണ്ടാകുന്നത്. സയോണിസം ബേസ്ഡ് പോളിസി നമ്മൾ അക്സെപ്റ്റ് ചെയ്യുന്ന തരത്തിലേക്ക് മാറും. തന്നെ അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഭാരതം ഇസ്രായേലോട്ട് വളരെ നല്ലൊരു ക്ലോസ് കോർഡിനേഷൻ ഉണ്ടെങ്കിലും അതിന്റെ ശക്തമായൊരു ബന്ധം ഇവിടെയുള്ള ഒരു ലെഫ്റ്റ് ഇന്റർഫറൻസ് കാരണം അത് ശക്തമായ ബന്ധം പിന്നീട് BJP സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ മാത്രമാണ് ഉണ്ടാകാറ്. 2014 ആ ബന്ധം കൂടുതൽ ദൃഢമാവുകയാണ്. അതുകൊണ്ട് അതിപ്പോഴും ഇസ്രായേലുമായിട്ടും ഇന്ത്യക്ക് ലോകത്തിലെ എല്ലാ രാജ്യങ്ങളുമായിട്ടും വളരെ അടുത്ത ബന്ധമാണ്. ഇന്ത്യയുടെ ചേരിചേരാ നയത്തിലൊരു സഡൻ ജിയോ പൊളിറ്റിക്കൽ ഷിഫ്റ്റ് 2014 ശേഷം ഉണ്ടാവുകയും ഇസ്രായേൽ എന്ന ലോകത്തിലെ എല്ലാ രാജ്യങ്ങളും നമ്മളുമായിട്ട് നമുക്ക് ഉപകാരപ്രദമായ ഏത് രാജ്യമായിട്ട് നമ്മൾ എഗ്രിമെന്റ് ഏർപ്പെടും. അങ്ങനെ ഇസ്രായേലുമായിട്ട് വളരെ നല്ല ബന്ധമാണ്. അപ്പൊ ആ ബന്ധത്തെ കൂടുതൽ ഊഷ്മളമാക്കുന്ന ഒരു പദ്ധതിയാണല്ലോ ഈ നമ്മളിപ്പോ അയൺ ഡോം എന്ന് പറയുന്ന വേൾഡ് ഫേമസ് ആയിട്ടുള്ള അവരുടെ റഡാർ സംവിധാനം, റഡാർ സിസ്റ്റം, ഡിഫൻസ്, അതോടൊപ്പം തന്നെ തിരിച്ച് പ്രത്യാക്രമണത്തിനും മിസൈൽ ആന്റി ഇന്റർസെപ്റ്റേഴ്സ് ആയിട്ടും അതോടൊപ്പം തന്നെ ഒരു ഡിസ്ട്രോയർ ആയിട്ടും ഒക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന അയൺ ഡോമിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പാർട്ടുകൾ നമ്മൾ നിർമ്മിക്കുന്നു എന്ന് പറയുമ്പോൾ സത്യത്തിൽ വളരെയധികം അഭിമാനം തോന്നുന്ന ഒരു കാര്യമാണ്. ഇത് ഇന്ത്യയുടെ ഒരു പ്രതിരോധ ഉപയോഗത്തിന്റെ അല്ലെങ്കിൽ പ്രതിരോധ ഉപകരണങ്ങളുടെ നിർമ്മാണത്തിന്റെ വളർച്ചയെ എങ്ങനെയായിരിക്കും ബാധിക്കുക? അല്ല, നമ്മൾ ലക്ഷ്യം വെക്കുന്നത് നമ്മളിപ്പോ ഇന്ത്യയിലെ എല്ലാ പ്രധാനപ്പെട്ട ബിസിനസ് ഹൗസുകൾക്കും സ്വന്തമായിട്ട് ഡിഫൻസ് പ്രൊഡക്ഷൻ കൊടുക്കും. ഇപ്പോൾ നമ്മളുടെ ആവശ്യത്തിന് വരുന്ന ഡിഫൻസ് എക്യുപ്മെന്റ്സിന്റെ റിക്വയർമെന്റ് ഗവൺമെന്റ് തലത്തിൽ മാത്രം ഒരിക്കലും മീറ്റ് ചെയ്യാൻ പറ്റത്തില്ല. മിസൈൽസ് വരെ നിർമ്മിക്കുന്നതിന് നമ്മൾ അദാനിക്ക് കോൺട്രാക്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ടെക്നിക്കൽ നോഹോ നമ്മൾ ഇപ്പോൾ സ്പേസിൽ നിന്ന് കിട്ടിയതായാലും അല്ലെങ്കിൽ ഡിഫൻസിൽ നിന്ന് കിട്ടിയ DRDOയുടെ ആയാലും ISROയുടെ ആയാലും ടെക്നിക്കൽ നോഹോ നമ്മൾ പ്രൈവറ്റ് സെക്ടറിന് ഇപ്പോൾ നമ്മൾ ഷിഫ്റ്റ് ചെയ്യുക. ആ ഷിഫ്റ്റ് ചെയ്തിട്ട് അപ്പോഴേ നമുക്ക് അവരുടെ മാൻ പവർ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. ഇപ്പോൾ HAL അവരുടെ ഓർഡർ ബുക്ക് കൊണ്ട് അവർ ബർഡണ്ടാണ്. കാര്യം അവരെ കൊണ്ട് ചെയ്യാൻ പറ്റാത്ത അത്രയും വർക്ക് അവരുടെ തലയിലുണ്ട്, അവരെ കൊണ്ട് പറ്റത്തില്ല. അപ്പോ അതേസമയം ഡിഫൻസ് സെക്ഷനിൽ തന്നെ വർക്ക് ചെയ്തിരുന്ന ഒരുപാട് കമ്പനികൾ, ഭാരത് ഫോർജ് പോലെ, മഹീന്ദ്ര പോലെ, ടാറ്റ പോലെ, അദാനി, അംബാനി, പിന്നെ ഗോദ്രേജ്, അങ്ങനെ ഒത്തിരി പ്രൈവറ്റ് ഹൗസുകൾക്ക് ഡിഫൻസ് പ്രൊഡക്ഷൻ സെക്ഷൻ അവർ പ്രത്യേകം തുടങ്ങിക്കഴിഞ്ഞു. ടാറ്റ അഡ്വാൻസ്ഡ് എയർ സിസ്റ്റംസ് അങ്ങനെയൊക്കെ ഒരുപാട് മുന്നേറി കഴിഞ്ഞു. കാര്യം ഇപ്പോൾ കുറച്ചുകൂടെ നമ്മൾ മുന്നോട്ട് പോയി പറഞ്ഞു കഴിഞ്ഞാൽ പ്രൈവറ്റ് സെക്ടർ ഇല്ലെങ്കിൽ ഇന്ത്യൻ ഡിഫൻസ് സെക്ടർ ഇല്ല എന്നുള്ള ഒരു ലെവലിലോട്ട് നമ്മൾ എത്തിപ്പോയി. മാത്രമല്ല ഇതേ സെയിം സാധനം തന്നെയാണ് നമ്മുടെ ISROയുടെ കാര്യത്തിൽ നടക്കുന്നത്. ഏകദേശം 300ഓളം സ്റ്റാർട്ടപ്പ് കമ്പനികൾ കൊണ്ടാണ് നമ്മൾ ISRO മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ഈ പ്രൈവറ്റ് സെക്ടറിനെയും കൂടെ നമ്മൾ ചേർത്ത് നിർത്തിയാലേ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള സ്പീഡിൽ കാര്യങ്ങൾ നീങ്ങുള്ളൂ എന്നുള്ളത് കൊണ്ടാണ് നമ്മൾ പ്രൈവറ്റ് സെക്ടറിനെ നമ്മൾ ആശ്രയിക്കുന്നത്. അവർ നല്ലൊരു കോർഡിനേഷൻ നടക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ കൂടെ നമ്മൾ സ്പൈങ് പോലുള്ള മറ്റ് ആക്ടിവിറ്റീസ് ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രമിക്കുന്നുണ്ട്. കാര്യം ഈ ടെക്നിക്കൽ ഡീറ്റെയിൽസ് പുറത്തു പോകാതെയും കൂടെ ഉള്ള ഒരു സേഫ്റ്റിയും കൂടെ അവിടെ ഒരു ആംഗിൾ ഉണ്ട്. എന്നാലും നമ്മൾ പറ്റാവുന്നിടത്തൊക്കെ നമ്മൾ പ്രൈവറ്റ് സെക്ടറിനെയും കൂടെ പോഷിപ്പിക്കുന്ന ഒരു രീതിയിൽ പോകുമ്പോഴത്തേക്ക് ഇസ്രായേൽ ഇന്ത്യയിൽ ഇൻവെസ്റ്റ് ചെയ്യുകയും ഇസ്രായേൽ ഇന്ത്യയിൽ പ്രൊഡ്യൂസ് ചെയ്യുകയും ചെയ്യുന്നത് വളരെ പോസിറ്റീവായിട്ടൊരു കാര്യമായിട്ട് നമുക്ക് കണക്കാക്കാം. തീർച്ചയായും 2047 കൂടി ഭാരതത്തിന്റെ ഒരു സൈനികമായിട്ടുള്ള പ്രതിരോധ ഉപകരണങ്ങൾ നിർമ്മിക്കുന്ന തരത്തിൽ
ഡിഫൻസ് എക്യുപ്മെന്റ് നിർമ്മിക്കുന്ന തരത്തിൽ ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട രാജ്യമായിട്ട് ഭാരതം മാറുന്നു. ഒരുപക്ഷെ അമേരിക്കയെക്കാൾ മുകളിലേക്ക് ആ കാലത്ത് ഭാരതത്തിന് എത്താൻ കഴിയും എന്നൊക്കെയാണ് ഭാരതം പ്രതീക്ഷിക്കുന്നത്. ലോകത്തിലെ ഏറ്റവും ഒന്നാം നമ്പർ രാജ്യമായിട്ട് ഡിഫൻസ് എക്യുപ്മെന്റ്സുകൾ നിർമ്മിക്കുന്ന കാര്യത്തിൽ അങ്ങനെ ഒരു രാജ്യമായിട്ട് ഭാരതം പരിവർത്തനം ചെയ്യപ്പെടുന്നതാണ് നമ്മുടെ ഒരു ലക്ഷ്യം. അങ്ങനെ ചെയ്യപ്പെടുക എന്നതാണ് ലക്ഷ്യം. അതിൽ നമുക്ക് ഈ ഒരു വളർച്ചയുടെ ഒരു പാതയിൽ ഇത് എത്രത്തോളം മുതൽക്കൂട്ടാകും? ഇപ്പം ലോകത്ത് റഷ്യയാണെങ്കിലും ഇസ്രായേൽ ആണെങ്കിലും ഇന്ത്യയിൽ പ്രൊഡ്യൂസ് ചെയ്യാനാണ്. ഇപ്പോൾ ഫ്രഞ്ച് കമ്പനികൾ അവർക്ക് ഇന്ത്യയിൽ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രൊഡക്ഷൻ ലൈൻസ് അവർ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇപ്പൊ നമ്മളിൽ ഇപ്പോൾ പ്രധാനമായിട്ടും ഈ എഞ്ചിൻ ഫൈറ്റർ എഞ്ചിൻ ടെക്നോളജി പോയിട്ട് ബാക്കി എല്ലാ ടെക്നോളജിയിലും നമ്മൾ മുൻനിരയിൽ എത്തിക്കഴിഞ്ഞു. നമ്മളിൽ നല്ലൊരു ടെക്നോളജി ഉണ്ട്. അത് ഡെവലപ്പ് ചെയ്യാൻ, അത് സ്പ്രെഡ് ചെയ്യാനുള്ള സമയം മാത്രം നമുക്ക് മതി. അപ്പോൾ ഡിഫൻസ് എഞ്ചിൻ പോയിട്ട്, എയർക്രാഫ്റ്റ് എഞ്ചിൻ പോയിട്ട് ബാക്കി വിമാന വാഹിനികളാണെങ്കിലും മറ്റ് മദർ ഷിപ്പുകളാണെങ്കിലും എല്ലാം നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുക, വാർഷിപ്പുകൾ നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്നു. അപ്പൊ അതെല്ലാം മസകണ്ടോക്ക് അങ്ങനെയുള്ള ഇന്ത്യയുടെ പബ്ലിക് സെക്ടറും പ്രൈവറ്റ് സെക്ടറും ചേർന്നാണ് ചെയ്യുന്നത്. ഇപ്പൊ നമ്മളൊരു ഈ ഡിഫൻസിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ പബ്ലിക് പ്രൈവറ്റ് പാർട്ടിസിപ്പേഷൻ PPP എന്ന് പറയുന്ന മോഡലിലാണ് എല്ലാം നടന്നു പോകുന്നത്. അങ്ങനെ ഒരു ഫ്യൂച്ചർ ഇന്ത്യൻ എക്കണോമിയെ ഒരുപാട് മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. ഡിഫൻസ് പ്രൊഡക്ഷന്റെ കമ്പനികളുടെ ഷെയർസിന്റെ വില നോക്കുകയാണെങ്കിൽ നമുക്കറിയാം അതിന്റെ പുരോഗതി നമുക്ക് എന്തുമാത്രം ഉണ്ടായിരുന്നു. തീർച്ചയായിട്ടും ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം അതൊരു വലിയ ഒരു പവർ ഷിഫ്റ്റിന്റെ ഒരു കാലം കൂടിയാണ്. ഇസ്രായേലും ഇന്ത്യയുമായിട്ടുള്ള ഒരു ഡിഫൻസ് ഡീൽ, റഫേൽ ഡിഫൻസ് ഡീൽ ഇന്ത്യയെ മറ്റൊരു തലത്തിലേക്ക് എത്തിക്കും എന്നുള്ള കാര്യം ഉറപ്പാണ്. അത് തീർച്ചയായിട്ടും നമ്മെ ഈ പറഞ്ഞ പോലെ 2047 ലോകത്തിലെ ഏറ്റവും മികച്ച അല്ലെങ്കിൽ ഏറ്റവും ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ഒരു രാജ്യമായിട്ട് പരിവർത്തനം ചെയ്യാൻ സഹായിക്കും എന്നുള്ള കാര്യത്തിൽ നമുക്ക് യാതൊരു വിധത്തിലുള്ള സംശയവുമില്ല.